My mother, okay. See, this is my mother here. No bastards are here, okay. And no bastards are here. Okay, everything is closed. You can see now the time is 6 and today is 11th January 2026. Okay, and this bastard is always abusing what he's getting offended, he's getting some problem when he will be going through the pathway just which is lying adjacent to my house actually, and east portion of my house. And when that bastard will be going, then if we are inside our house and if we speak something, this criminal is getting offended like anything. ഇവൻ്റെ വഴിയെന്ന് പറഞ്ഞാൽ എൻ്റെ വീടിൻ്റെ തൊട്ട് മുന്നിൽ കൂടെയാണ്. അപ്പം ഞങ്ങളുടെ എന്താണ് ഒരു 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 മീറ്റർ പോലും വ്യത്യാസമില്ല. ഇവൻ്റെ വഴി അത്രയ്ക്ക് അടുത്താണ് ഇവൻ്റെ വഴി. എന്നിട്ട് നമ്മൾ ഇവിടുന്ന് ഇതിനകത്തിരുന്ന് സംസാരിക്കുമ്പം ഇവനിങ്ങനെ അഭിനയിച്ചാണ് വരുന്നത്. ആരോ എൻ്റെ വീട്ടിലോട്ട് വരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവൻ എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെയുള്ള വഴിയെ പോകുന്നതാണ് ഇവൻ അഭിനയിക്കുന്നത്. ഇവൻ മാസ്ക് ഒക്കെ വെച്ചാണ് നടക്കുന്നത്. സുബ്രഹ്മണ്യൻ എന്നാണ് ഇവൻ്റെ പേര്. ഇവനിങ്ങനെ പോയി ഇവിടെ കുറേ വഴി കൂടെ കുറേ ആൾക്കാരെ ഇങ്ങനെ ഇവൻ്റെ വീട്ടിലോട്ട്, ഒറ്റ വീടേ ഉള്ളൂ പക്ഷേ 1000 പേര് ഇങ്ങനെ ദിവസവും പോകും. എന്ന് വെച്ചാൽ ഇങ്ങനെ അഭിനയിക്കാൻ വേണ്ടി കുറേ എണ്ണം ഇങ്ങനെ പോവുകയാണ്. എന്നിട്ട് നമ്മളിങ്ങനെ ഇരുന്ന് നമ്മൾ ആരോടെങ്കിലും സംസാരിക്കുക, ഫോൺ ചെയ്യുക. നമ്മുടെ വീടാണല്ലോ, ഒരു മീറ്റർ പോലും വ്യത്യാസമില്ല. നമുക്ക് നമ്മുടെ വീട്ടിൽ സംസാരിക്കാൻ, എൻ്റെ അമ്മയെ വിളിക്കാനൊക്കെയുള്ള സ്വാതന്ത്ര്യമുണ്ട്. വിളിക്കുന്നുണ്ടെങ്കിൽ ഇവനങ്ങ് ഭയങ്കര തെറി അങ്ങ് വിളിക്കുകയാണ്. ഇവൻ പോകുന്ന വഴിക്ക് തന്നെ ഇവന് ഭയങ്കര അസുഖമായിട്ട് മാറിയിരിക്കുകയാണ് ഇത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ്റെ അപ്പം നമ്മൾ ഇവിടെ സംസാരിക്കുകയും നമ്മൾ നമ്മുടെ അമ്മയെ വിളിക്കുകയും ചെയ്യുമ്പം ഇവിടെ എൻ്റെ അമ്മയാണുള്ളതെന്ന് ആളുകൾക്ക്. അപ്പം ഇവൻ്റെ ഡ്രാമ പറ്റാത്തതുകൊണ്ട്, ഇവൻ്റെ ഡ്രാമ നടക്കാത്തതുകൊണ്ട് ഇവന് മാസ്ക് ഒക്കെ വെച്ച് ആൾമാറാട്ടം നടത്തിയാണ് വരുന്നത്. അപ്പോഴത്തേന് ഇവനങ്ങ് ഭയങ്കരമായിട്ടങ്ങ് ചീത്ത പറയുക. ഇവൻ ഭയങ്കര അനാവശ്യം മാത്രമാണ് ഇവൻ പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ ഭയങ്കര അസുഖമായിട്ട് നടക്കുക ഇവൻ. പിന്നെ ഓരോ അവന്മാരങ്ങ് അഭിനയിക്കുക. രാജമ്മയെന്ന് പറയുന്നവൾ എൻ്റെ അമ്മയെ മിസ്ഡ് കോൾ ഇട്ട് വിളിക്കുക. പിന്നെ ഞാൻ രാജേഷ് എന്ന് പറയുന്നവനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ അന്നേരം എടുത്തില്ല, പിന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ട് അവനങ്ങ് അഭിനയിക്കുക, വേറെ ആരുമാണ് ഞങ്ങളെ വിളിക്കുന്നത് എന്നുള്ള രീതിയിൽ. ഒരു രാജേഷ് എന്ന് പറയുന്ന വല്യത്ത് ലീലയുടെ മോനാണ്. അവന് ഭയങ്കര അങ്ങ് അഭിനയം. അങ്ങനെ ഇവൻ പണ്ട് കുറേ അഭിനയിച്ച് വന്നതാണ് ഇങ്ങോട്ട്. ഇവൻ്റെ കാറിൽ ഇവൻ വന്നാലും ഇവൻ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ കാർ അവിടെ ഇവിടെയൊക്കെ ഇട്ടിട്ട് ഇവൻ നടന്നു വരും കവറുമായിട്ട്. ഇതുപോലെ സുബ്രഹ്മണ്യൻ ഇപ്പം നമ്മുടെ വഴി കൂടി ഇങ്ങനെ ഒരു കവറും ഒക്കെ ആട്ടി നടന്നു പോകുന്ന പോലെ അതുപോലെയാണ് ഇവനും. ഇവൻ നമ്മുടെ ഈ രാജേഷ് എന്ന് പറയുന്നവൻ ഇതുപോലെയായിരുന്നു. ഇപ്പം ഇവൻ ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ല, കാരണം രാജമ്മയ്ക്ക് പെൻഷൻ കൊടുക്കാനാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് ഇവനിങ്ങനെ വന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഇവന് കാറൊക്കെ ഉണ്ട്, പക്ഷേ ഇവൻ കാർ എവിടെയെങ്കിലുമൊക്കെ ഇട്ടിട്ട് ഇവൻ നടന്ന് കയറി വരും. എന്നിട്ട് ആരോ വന്നെന്ന് വരുത്താൻ വേണ്ടി, മനസ്സിലായില്ലേ? അങ്ങനെ ഭയങ്കര രോഗങ്ങളായിരുന്നു ഇവന്മാർക്ക്. ഈ രാജേഷും ഈ ക്രിമിനലിൻ്റെ കൂട്ടത്തിൽ ഉൾപ്പെടുന്നവനാണ് ഇവന്. ഈ രാജമ്മ എന്ന് പറയുന്നത്, നമ്മുടെ രാജമ്മ എൻ്റെ അമ്മയെ ജസ്റ്റ് മിസ്ഡ് കോൾ ഇടുക ഇന്നലെ വൈകിട്ട് സന്ധ്യയ്ക്ക്, എന്നിട്ട് അങ്ങ് നിർത്തുക. അവൾക്ക് ഭയങ്കര അസുഖമായിട്ടിരിക്കുന്നവളാണ്. അവൾ നമ്മളെക്കുറിച്ച് അനാവശ്യ കഥകളുണ്ടാക്കാൻ വേണ്ടി ഭയങ്കര മിടുക്കിയാണ്. ഇവളെ നമ്മൾ ഇവിടുന്ന് പറഞ്ഞു വിട്ടതാണ്. അപ്പം ഇവൾ പല എൻ്റെ അച്ഛൻ്റെ ശത്രുക്കളുമൊക്കെ ഇവിടെ പിടിച്ച് വെക്കുന്നതായിരുന്നു ഇവളുടെ ജോലി. എൻ്റെ അച്ഛനെ അടിച്ചവരെയും പിടിച്ചവരെയും എല്ലാം ഇവൾ പിടിച്ച് വയ്ക്കുക. അവരുമായിട്ടൊക്കെ നല്ല കോൺടാക്റ്റ്. അങ്ങനെ ഒരു SNDP ഉണ്ട്, അവിടുന്ന് കുറേ അവന്മാരെ എല്ലാം വിളിച്ചെടുത്തി അങ്ങ് സംസാരിക്കുക. ഇവൾക്ക് ഭയങ്കര കുഴപ്പങ്ങളായിരുന്നു ഇവൾക്ക് ഇവിടെ നിൽക്കുമ്പം. ഇപ്പം അതുപോലെ ഇവളുടെ ലക്ഷങ്ങൾ വാങ്ങിച്ചെന്നൊക്കെ പറയുക. നമ്മുടെ കയ്യിൽ തെളിവുണ്ട്. ഇവളുടെ 1 ലക്ഷങ്ങൾ നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത്. പ്രീത എസ് പണിക്കറാണ് ഇവളുടെ 10 ലക്ഷം വാങ്ങിച്ചെന്ന് പറയുന്നത്. അവളുടെ കൂടാണ് ഇപ്പോൾ അവൾ നിൽക്കുന്നത്. ഞാൻ ഇവളുടെ 1 ലക്ഷങ്ങളും വാങ്ങിച്ചിട്ടില്ല. ഇങ്ങനെ അങ്ങ് നടക്കുക ഇവൾ കള്ളത്തരങ്ങൾ. ഇപ്പോൾ രമേഷ് കുമാർ എന്ന് ഇന്നലെ സുബ്രഹ്മണ്യൻ എന്ന് പറയുന്നവൻ, ഒരു രമേഷ് കുമാർ ഇവിടുത്തെ ഒരു മെമ്പറാണ്, അവൻ്റെ പേര് പറയുന്നത് കേട്ടോ. ഇങ്ങനെ പലരുടെയും പേര് പറഞ്ഞ് ഇവനങ്ങ് രമേഷ് കുമാറിനെ വിളിച്ചിട്ടാണോ എൻ്റെ ഈ പൈസ തന്നത്? എനിക്കൊന്നും അറിയണ്ടേ ഈ രമേഷ് കുമാറിനോട്. നമ്മളിവിടെ ഇല്ലായിരുന്നു. ഇവൾക്ക് പൈസയൊക്കെ കിട്ടുമ്പോൾ ഇവളിവിടെ വരുമ്പോഴും ഒക്കെ, എൻ്റെ വീട്ടിൽ ഇവൾ താമസിക്കാൻ വരുമ്പോഴൊന്നും ഞാനിവിടെ ഇല്ല. ഞാൻ 2022 ജൂലൈ 18 ഡൽഹിക്ക് എറണാകുളത്തുനിന്ന് ട്രെയിൻ കയറി അവിടെ ഞാൻ 20th എത്തിയ ആളാണ്. പിന്നെ ഞാൻ വരുന്നത് ഈ 2025 ജൂൺ 20th ഇവിടെ വരുന്നത്. ഇവൾ അങ്ങനെ കള്ളങ്ങൾ ഭയങ്കരമായിട്ട് പറയുന്ന ഒരു വ്യക്തിയാണ് ഈ രാജമ്മയും പിന്നെ ഈ സുബ്രഹ്മണ്യൻ. ഇങ്ങനെ രമേശ് എന്ന് പറയുന്നവൻ്റെ പേര് പറയുക. അങ്ങനെ ഒത്തിരി പേരുടെ പേര് പറഞ്ഞിട്ട് ഞങ്ങൾ പൈസ വാങ്ങിച്ചെന്ന് പറയുക. ഞങ്ങൾ ഇവളുടെ പൈസ ഇവൾ 1 സെൻറ്റ് സ്ഥലം പോലും ഇവളുടെ സ്വന്തമായിട്ട് വാങ്ങിച്ചിട്ടില്ല. ഇവളിങ്ങനെ 2 കല്യാണം കഴിച്ച് ആ വകയെ കിട്ടിയ ഏതാണ്ടൊക്കെയാണ് ഇവൾ വിറ്റ് പെറുക്കുന്നത്. അതുപോലെ ഇവൾക്ക് കിട്ടിയ ഒരു 11 എത്രയോ സെൻറ്റ് സ്ഥലം ഉണ്ടായിരുന്നു. ഇവൾ 11.25 ലക്ഷത്തിനൊക്കെ വാങ്ങിച്ചിട്ട് ഇവൾ അതെല്ലാം പ്രീത എന്ന് പറയുന്നവർക്കാണ്. എല്ലാവർക്കും അറിയാം പ്രീത എന്ന് പറയുന്നവൾക്കാണ് കൊടുത്തതല്ല. നമ്മളറിയും
ഇവളുടെ ഒന്നും വാങ്ങിച്ചിട്ടേ ഇല്ല. ഇങ്ങനെ നമ്മുടെ പേര് പറയുക, ഇവൾക്ക് എങ്ങനെയെങ്കിലും നമ്മളുടെ വീട്ടിൽ കയറി പറ്റണം, നമ്മളെ പല രീതിയിൽ അപായപ്പെടുത്തണം. ഇവളിവിടെ വന്നെങ്കിൽ ഭയങ്കര അഭിനയമായിരുന്നു. ഇവൾ ഇരിക്കത്ത് പോലും ഇല്ല. ഇവൾക്ക് 88 വയസ്സുകൊണ്ട് ഇവൾക്ക് നടക്കാൻ വയ്യാന്നാണ് പറയുന്നത്. പക്ഷേ എൻ്റെ അമ്മ ഇവിടെ ആണെങ്കിൽ ഇവിടെ ഇതുവഴി ഇങ്ങനെ ക്രോസ് ചെയ്യുന്ന വളരെ വിരളമായിരിക്കും. പക്ഷേ ഇവൾ ഇതുവഴി ഇങ്ങനെ അങ്ങോട്ട് പോവുക ഇങ്ങോട്ട് പോവുക, അങ്ങനെ ഭയങ്കര ബഹളങ്ങളായിരുന്നു ഇവൾ എന്തുവാ ഇങ്ങനെ എഡിറ്റിങ്ങിന് വേണ്ടിയിട്ട് ആരോ കയറി വരുന്നെന്നുള്ള രീതിയിൽ ഇവളിങ്ങനെ വന്നുകൊണ്ടിരിക്കുക ഇവളുടെ ജോലി. ഇവളിങ്ങനെ നമ്മളെ ഇങ്ങനെ നോക്കുക, ഇവളുടെ കണ്ണ് പോകുന്നതൊക്കെ കാണണം കള്ളിയുടെ. ഇങ്ങനെ അതുപോലത്തെ കള്ളത്തരമുള്ള കണ്ണുമായിട്ടാണ് ഇവൾ നടക്കുന്നത്. ഭയങ്കര കള്ളിയാണ് ഇവളിവിടുന്ന് അങ്ങനെ ഓടിച്ച്. ഇവൾ പല രീതിയിലാണ് കള്ളം പറയുന്നത്.